കോന്നി ആനത്താവളത്തിലെ കുട്ടിയാന കൊച്ചയ്യപ്പൻ ചെരിഞ്ഞു. ഇന്ന് രാവിലെ ആനയെ കൂട്ടിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ 7 വർഷത്തിനിടെ ആനത്താവളത്തിൽ ചെരിഞ്ഞ ആനകളുടെ എണ്ണം 5ആയി. CK അഭിലാലിന്റെ റിപ്പോർട്ട്. ആനകളെ എത്ര കണ്ടാലും നമുക്ക് കൗതുകം മാറില്ല. കോന്നി ആനക്കൂടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോന്നി ആനക്കൂട്ടിലെ കൗതുകവും അതോടൊപ്പം തന്നെ കുസൃതിയും നിറഞ്ഞ കാഴ്ചയാണ് 4 വയസ്സുകാരൻ കൊച്ചയ്യപ്പൻ്റെ വിയോഗത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. വൈറസ് ബാധ ഹെർപ്പിസ് ആണ് എന്നുള്ളതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. ഇന്നലെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഫീൽ ചെയ്തിരുന്നോ? പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ വൈകിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോയിട്ട് നമ്മൾ രാത്രി ഇവിടെ ഞങ്ങൾ 3 സ്റ്റാഫുണ്ട്, പിന്നെ അല്ലാതെ ഫോറസ്റ്റ് സ്റ്റാഫുണ്ട്. ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. അതിപ്പോൾ ഡോക്ടർ ഇദ്ദേഹത്തെ വന്നപ്പോഴാണ് കറക്റ്റും ഹെർപ്പിസ് വൈറസ് ആണ്. അത് പെട്ടെന്ന് നമുക്കങ്ങനെ മുൻകാലങ്ങളിൽ ചരിഞ്ഞ ആനകൾ ഇങ്ങനെ പെട്ടെന്നായിരുന്നു, പെട്ടെന്നൊരു നീര് പോലെ വന്ന് പെട്ടെന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇത് സംഭവിച്ചതെന്നാണ് ഡോക്ടർ. ഇന്നലെ ആന ഇത് ആക്റ്റീവ് ഉണ്ടായിരുന്നു. ഇത് അക്യൂട്ട് ഇന്നലെ പോസിബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. വെറ്റിനറി ഓഫീസർമാരിൻ്റെ ടീം they will conduct the post-mortem, and then after taking samples, once the results comes, then we can conclude the reason of the death. അരികിലെത്തുന്നവരുടെ എല്ലാവരുടെയും അടുത്തേക്ക് തലകുലുക്കി തുമ്പിക്കൈ കൊണ്ട് തൊട്ട് അവരോടൊക്കെ തന്നെ സൗഹൃദം പങ്കിടുന്നതായിരുന്നു കൊച്ചയ്യപ്പൻ്റെ പ്രകൃതം. സമാന രീതിയിലാണ് കുട്ടി ആനകളുടെ ഒക്കെ തന്നെ പ്രകൃതം. അത് ഇവിടുത്തെ ജീവനക്കാരെ അടക്കം ഈ ആനയുമായി വലിയൊരു ആത്മബന്ധത്തിന് ഇടയാക്കിയിരുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. അതിനാൽ തന്നെ ജീവനക്കാരിൽ പലരും പങ്കുവെക്കുന്നത്. ഒരു കുഞ്ഞു തന്നെയായിരുന്നു. എന്ത് പറയണമെന്നറിയത്തില്ല. എൻ്റെ ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട എനിക്ക് ഇത്രയും വിഷമമില്ല. അതുപോലെ ഞാൻ സ്നേഹിച്ച ഒരാളായിരുന്നു. ഞങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവനെ ഓടി എല്ലാവരും അടുത്ത് നിന്ന് തുമ്പിക്കൈ നീട്ടി എല്ലാവരും താലോടും അവനെ. ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു ഞങ്ങൾ കാണുന്നത്. മുമ്പ് കോന്നിക്ക് സമീപം ഉള്ള വനമേഖലയെ റാന്നി വനമേഖലയിൽപ്പെട്ട ഗ്രൂഡിക്കൽ മേഖലയിൽ നിന്നാണ് കൂട്ടം തെറ്റിയ നിലയിൽ ആനയെ ലഭ്യമാവുന്നത്. പിന്നീട് അതിനെ വനത്തിലേക്ക് തന്നെ കയറ്റിവിടാൻ വനംവകുപ്പ് ജീവനക്കാർ ശ്രമം നടത്തിയെങ്കിലും അവർക്കൊപ്പം തന്നെ തിരിച്ചിറങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് വനംവകുപ്പ് മന്ത്രിയുടെ കൂടി നിർദ്ദേശാനുസരണം കോന്നി ആനത്താവളത്തിലേക്ക് ആനയെ കൊണ്ടുവരുന്നത്. പിന്നീട് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തന്നെയാണ് കുട്ടിയാനയ്ക്ക് കൊച്ചു അയ്യപ്പൻ എന്നുള്ള പേര് നൽകിയത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.